ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ദി റിച്ച് സ്റ്റാറി എന്ന ടാങ്കർ യുഎസ് നാവിക ഉപരോധം ഉണ്ടായിരുന്നിട്ടും ഇന്ന് രാവിലെ ഹോർമൂസ് കടലിടുക്കിലൂടെ വിജയകരമായി കടന്നുപോയി. ഉപരോധം തിങ്കളാഴ്ച ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗൾഫിൽ നിന്ന് പുറത്തു കടക്കുന്ന ആദ്യത്തെ ടാങ്കറാണിത്. ഈ ഒരു ടാങ്കർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഹംറിയ തുറമുഖത്ത് നിന്ന് ഏകദേശം 2,50,000 ബാരൽ മെഥനോൾ കയറ്റിയാണ് സഞ്ചരിച്ചിരുന്നത്. തിങ്കളാഴ്ച വൈകി ഇറാനിലെ ഖേഷം ദ്വീപിന് സമീപം എത്തിയിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ, അതായത് ഇന്ന് രാവിലെ വിജയകരമായി കടന്നു പോകുന്നതിന് മുൻപ് യുഎസ് നാവികസേന ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഈ കപ്പലിന് നേരെ ഉണ്ടാക്കിയിരുന്നില്ല. ഇതിന്റെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു കപ്പൽ വന്നത് യുഎഇയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ യുഎസിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു ചൈനീസ് കപ്പൽ ആയതുകൊണ്ട് ഇറാൻ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. അത് കാരണമായിരിക്കാം ഈ ഒരു കപ്പൽ യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ ഈ കടലിടുക്കിലൂടെ സക്സസ്ഫുള്ളി കടന്നുപോയത്.